ഞാനിപ്പോൾ ആദിയോഗിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മാട്ട് റേസ് നടക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തോട്ട് വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനപ്പം ഇതാ ആദിയോഗിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മാട്ട് റേസ് നടക്കുവാണ് ഇവിടെ. ഭയങ്കര തിരക്കാണ് ഇവിടെ ചുറ്റും കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാരാണ് അകത്തോട്ടൊക്കെ പോകുന്നത്. നമ്മളിതാ ബാഗൊക്കെ, എൻ്റെ ജാക്കറ്റ് അവരതാ ബാഗൊക്കെ തൂക്കിക്കൊണ്ട് പോവുകയാണ്. വെളിയിലൊന്നും വയ്ക്കാൻ പറ്റില്ല. ഇഷ്ടം പോലെ കാള ഓരോരുത്തരെ കൊണ്ട് വന്ന് ഇറക്കണതേ ഉള്ളൂ. ഇതൊക്കെയാണ് കാണേണ്ടത്. ഇവിടെ നിന്ന് അതുവരെ നടക്കാണ്ട്. ഏകദേശം ഇവിടെ നിന്ന് ഒത്തിരി ദൂരം കൂടെ ഉണ്ട്. ഒരു 1.5 കിലോമീറ്റർ വരെ ഉണ്ട് കാണാൻ. ഇങ്ങനെ മാട്ടുപൊങ്കൽ, മാട്ട് റൈസ്, ആ ഒരു സെറ്റപ്പാണ്. അങ്ങനെ കട മറ്റേ മാട്ടുപൊങ്കൽ, മാട്ട് റൈസ് അതാണോ? അതിൻ്റെതാണ് മാട്ടുപൊങ്കലല്ല, മാട്ട് റൈസാണ്. ആ മാട്ട് റൈസാണ് ഇത്. മാട്ടുപൊങ്കലല്ലേ അത്? ഞാൻ വെച്ചാൽ മാട്ടുപൊങ്കലിൻ്റെ ആ ടൈമിന് പറഞ്ഞ മാട്ട് റൈസ്. അത് ആ ജല്ലിക്കെട്ട്. പിള്ളേരുടെ സെലമ്പാട്ടം നടക്കുകയാണ് അവിടെ. ഭയങ്കര വെയിൽ കേട്ടോ. നൈറ്റ് ഇവിടെ നല്ല നല്ല പ്രോഗ്രാം ഉണ്ട് കേട്ടോ എപ്പോഴും. അതിനുവേണ്ടി സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നല്ല പ്ലെയിനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ബൈക്ക് നേരെ അകത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവയ്ക്കാം. ശിവൻ്റെ സ്റ്റാച്ചു പണി കഴിഞ്ഞത് 2017 ഇതിൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ 34 മീറ്ററാണ്. ഏകദേശം 112 അടി ഹൈറ്റ് ഉണ്ട് ഇത്. നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര ആളുടെ പൊക്കം ഉണ്ടെന്നത്. ഇത് കാണേണ്ട ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഓരോ വർഷം കോടിക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടി വരുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. ഈ സ്റ്റാച്ചുവിൻ്റെ പുറകിലായിട്ട് ഇഷ യോഗ സെൻറ്റർ ഉണ്ട്. അപ്പം ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും അതും കൂടെ കാണാൻ പോവുക. കാരണം അങ്ങോട്ട് പോകുന്നത് കാളവണ്ടിയിലൊക്കെയാണ്. ഞാൻ ഈ ബാരിക്കേഡിൻ്റെ ഇടയിൽ കൂടെ പോകുന്നത് അന്നദാനത്തിനല്ല, ഇവിടെയാണ് മാട്ട് റൈസ് നടക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അതാ വരുന്നു മാട്ട് റൈസ്. ഈ കാളയൊക്കെ ഇത്ര ഓടുമല്ലേ? ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ പോണത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ടാണ്. துங்காவே பிரகாஷ்மா பேரோடையாக ஸ்டார்டிங் பாயிண்ட் குறிப்பில் போல வைக்கின்றார். ஓ மணி 11:30 ஆச்சு. இப்பதான் 130 வண்டி ஓட்டிக்குது. இன்னும் 160 வண்டிகள் ஓட்டப்பட வேண்டும். മാട്ട് റൈസ് എന്ന് പറഞ്ഞപ്പം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു പാലക്കാട് പോയി കുതിര റൈസ് കാണണമെന്ന്. അതിവിടെ വന്നപ്പം മാട്ട് റൈസ് കണ്ട്. നമ്മളത് നൊങ്ക് കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നു.
കൈ വെച്ച് കറക്കിയതുണ്ട് പുളി. എങ്ങനെ അത് ഒഴിച്ച് തരൂടെ ഇനി? വെള്ളം വന്നുണ്ട്. നമ്മൾ എവിടെ നിർത്തും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. അടുത്താണ് നമുക്കിനി കച്ചവടം വച്ചടി കയറ്റമായിരിക്കും. ഇതെല്ലാം ഇപ്പം തീരും ഈ പാർക്ക്. നമ്മൾ എന്താ തപ്പിടാൻ പോയാലും അതിൻ്റെ ആൾ കൂടും. ഇതെപ്പോഴാ കുടിക്കണേ? ഞാൻ ഒരു മിനിറ്റ് ഞാൻ കുടിച്ച് കാണിച്ചു തരാം. നിനക്ക് വേണ്ടി സൂപ്പറാ. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ മലമ്പുഴ ഡാമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.